വിവരവും വിദ്യാഭ്യാസവും സമ്പത്തുമില്ലാത്ത കുടുംബങ്ങളുടെ രക്ഷിതാക്കളുടെ മക്കൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അതിനിതാ ഒരു വലിയ കഥ. നമ്മുടെ ഇന്ത്യയിലെ ബീഹാർ എന്ന കൊച്ചു പട്ടണത്തിൽ ജീവിച്ചിരുന്ന ഒരു ചെറിയ കുടുംബം. ആ കുടുംബത്തിലെ ഏക മകന്റെ പേര് മിസ്റ്റർ ഇർഫാൻ. ഏക ആൺകുട്ടി, ഒരു ഉപ്പ, ഒരു ഉമ്മ, അങ്ങനെ ഒരു മകൻ, 3 അംഗ കുടുംബം. ഇവരുടെ ജീവിതം എങ്ങനെയെന്ന് ചോദിച്ചാൽ വെറും ചെറ്റക്കുടിലിൽ പ്ലാസ്റ്റിക് സുപ്ര കൊണ്ട് ചാരിവെച്ച തെരുവിൽ ജീവിക്കുന്ന ഒരു കുടുംബം. പക്ഷേ തന്റെ ഉപ്പ ഇർഫാൻ എന്ന ഈ കുട്ടിയുടെ ഉപ്പയുടെ ജോലി എന്താ എന്ന് ചോദിച്ചാൽ ഉന്തുവണ്ടി വലിക്കണം. തെരുവോരങ്ങളിലൂടെ കാളകൾ പൊത്തുകൾ പീറുന്ന പോലെ ഉന്തുവണ്ടി വലിച്ചുകൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് തന്റെ മകനെയും തന്റെ ഭാര്യയെയും ശരിക്കും ഭക്ഷണം കൊടുത്ത് നല്ല സുഖമായ ജീവിതം. അതാണ് ഒരു ചെറ്റപ്പുരയിൽ അല്ല, ഒരു പ്ലാസ്റ്റിക്കിന്റെ സുപ്ര കൊണ്ട് ചാരിവെച്ച ആ വീട്ടിൽ ഒരു ദിവസത്തെ നിത്യക്കൂലി എന്ന 50 രൂപ കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ കഥ. ആ കുട്ടിയെ നന്നായി പഠിപ്പിച്ചു. 1ാം ക്ലാസ് കഴിഞ്ഞു, 10ാം ക്ലാസ് വരെ എത്തി. SSLCയുടെ റിസൾട്ട് വന്നു, 1ാം റാങ്ക്. 11, 12, +1, +2 കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് വന്നു. PSC പരീക്ഷയിൽ ഇന്ത്യയിലെ 1ാം റാങ്ക്. കുട്ടിക്ക് വലിയ സന്തോഷമായി. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അതിലേറെ സന്തോഷം. അഡ്മിഷൻ കിട്ടി. ഡിഗ്രി പഠനത്തിന് എവിടെ പഠിക്കണം? ഒരുപാട് ഓപ്ഷൻസ് കിട്ടി. എൻട്രൻസ് എക്സാമിനേഷനിൽ 1ാം റാങ്ക് കിട്ടിയ കുട്ടി എവിടെ വേണമെങ്കിലും പഠിക്കാം. അങ്ങനെ കുട്ടി ചൂസ് ചെയ്തു IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന IIMൽ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി. എവിടെ വേണമെങ്കിലും കിട്ടുമല്ലോ. അങ്ങനെ അഡ്മിഷൻ കിട്ടിയ ഉടനെ തന്നെ ഒരുപാട് കമ്പനികൾ ആ സ്ഥാപനത്തിലേക്ക് വന്നുകൊണ്ട് പറയാണ്, മോനെ ഇർഫാൻ, ഈ കോഴ്സ് പൂർത്തിയാക്കിയാൽ നീ എന്റെ കമ്പനിയിൽ ജോലി ചെയ്യണം. അങ്ങനെയാ IIMലൊക്കെ ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജോലി നമ്മെ തേടി വരും. പല MNC കമ്പനികൾ നമ്മെ തേടി വരും. നാം ആരും ജോലി അന്വേഷിച്ച് നടക്കേണ്ടതില്ല. അത്രയും ക്ലവറായിരുന്നു, ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. അങ്ങനെ ഒരു കമ്പനി മുന്നോട്ട് വന്നു, മോനെ ഈ കോഴ്സ് പൂർത്തിയായാൽ, നിന്റെ ഡിഗ്രി പൂർത്തിയായാൽ എന്റെ സ്ഥാപനത്തിൽ നീ ജോലി ചെയ്യണം എന്ന കരാർ. പക്ഷേ 5 ലക്ഷം രൂപ പെർ മന്ത്, 5 lakh rupees പെർ മന്ത്ലി സാലറി ഓഫർ കൊടുത്തു. തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പക്ഷേ കുട്ടി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അടുത്ത കമ്പനി വന്നു. 6, 7, 8, 9 ഇങ്ങനെ പോകുന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ ഓഫർ. അങ്ങനെ അവസാനം ഒരു MNC മൾട്ടിനാഷണൽ കമ്പനി ഓഫർ കൊടുത്തു. 10 ലക്ഷം രൂപ ഓരോ മാസം ശമ്പളം തരാൻ ഞങ്ങളുടെ കമ്പനി തയ്യാറാണ് മോൻ. ഈ കോഴ്സ് കഴിഞ്ഞാൽ എന്റെ കമ്പനിയിൽ നീ ജോലി ചെയ്യണമെന്ന വാക്കടിസ്ഥാനത്തിൽ അവിടെ ഉറപ്പിച്ചു. അങ്ങനെ ആ കോഴ്സും പൂർത്തിയായി. റിസൾട്ട് വന്നു. ഓൾ ഇന്ത്യ എക്സാമിനേഷന്റെ റിസൾട്ട് വന്നു. IIMൽ പഠിച്ച ഈ ഇർഫാൻ എന്ന കുട്ടിക്ക് അവിടെയും 1ാം സ്ഥാനം. അങ്ങനെ ആ സ്ഥാനം, 1ാം സ്ഥാനം കിട്ടിയ കുട്ടി സന്തോഷത്തോടെ വീട്ടിൽ വന്ന് ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞു, ഇതാ നമ്മൾ ജയിച്ചിരിക്കുന്നു, നമ്മൾ വിജയിച്ചിരിക്കുന്നു. അതാ വരുന്നു ചാനലുകളൊക്കെ വന്ന് വീട്ടിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മിസ്റ്റർ ഇർഫാൻ എന്താണ് അടുത്ത പരിപാടി? എപ്പോഴാണ് നീ ആ ജോലിക്ക് പോകുന്നത്? എപ്പോഴാണ് ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്? പക്ഷേ ഇർഫാൻ എന്ന കുട്ടി പറയണേ, വേണ്ട, എനിക്ക് ആ ജോലി വേണ്ട. എന്റെ ഉപ്പയുടെ അധ്വാനത്തിന്റെ ആ ഉപ്പുരസം, എന്റെ ഉപ്പയുടെ കഷ്ടപ്പാടിന്റെ ആ വിഷമം ഒന്ന് എനിക്ക് കൊണ്ടറിയണം. അതുകൊണ്ട് വാങ്ങിത്തരി, എനിക്കും ഒരു ഉന്തുവണ്ടി. ഞാനും ഉപ്പയെ പോലെ ആ തെരുവോരങ്ങളിലൂടെ ഒന്ന് വലിക്കട്ടെ ഞാൻ ആ ഉന്തുവണ്ടി. അല്ലാതെ എനിക്ക് ആ ജോലി വേണ്ട. ഉപ്പക്കാകെ സങ്കടമായി, ഉമ്മക്ക് അതിലേറെ സങ്കടം. നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടി ഇർഫാനോട് പറഞ്ഞു, ഇർഫാൻ ഒരിക്കലും നീ അത് ചെയ്യരുത്, നീ ഈ ജോലി സ്വീകരിക്കണം. നിന്റെ ഉപ്പയ്ക്ക് പട്ടിണി മാറ്റണ്ടേ, നിന്റെ ഉപ്പയ്ക്ക് ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, അതുകൊണ്ട് നീ ഒരിക്കലും ആ ഉന്തുവണ്ടി വലിക്കല്ല മോനെ എന്ന് പറഞ്ഞിട്ടൊന്നും കുട്ടി കൂട്ടാക്കുന്നില്ല. കുട്ടിയുടെ സമനില തെറ്റാൻ തുടങ്ങി. മാനസികമായി തളരുമെന്നോർത്തൊരു ഡോക്ടർ വിധി പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ഇതിനെ നിർബന്ധിപ്പിച്ച ജോലിക്ക് പറഞ്ഞു വിടരുത്. അവൻ പറയുന്ന ഒരു ഉന്തുവണ്ടി വാങ്ങിച്ചു കൊടുക്കില്ലെങ്കിൽ നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അതാ ഒരു ചെറിയൊരു ഉന്തുവണ്ടി കുട്ടിക്ക് വാങ്ങിക്കൊടുത്തു. ആ ഉന്തുവണ്ടിയുമായി മോൻ നേരെ ഉപ്പയുടെ സുഹൃത്തുക്കളെ കൂടി ഉന്തുവണ്ടി വലിച്ച് കിട്ടുന്ന 50 രൂപ കൊണ്ട് തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും പട്ടിണി മാറ്റാൻ ആ ഇർഫാന് കഴിഞ്ഞു എന്ന് മാത്രം. അങ്ങനെ മാസങ്ങൾ ഒരൽപ്പം മുന്നോട്ട് പോയി. ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഇർഫാൻ എന്ന കുട്ടിയുടെ ഒരുപാട് ഉപ്പയുടെ സുഹൃത്തുക്കളെ ഇവൻ പരിചയപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം ഇർഫാൻ എന്ന കുട്ടി ചോദിച്ചു, വെറും 50 രൂപ കൊണ്ട് ഒരു ദിവസത്തെ ആ പട്ടിണി മാറാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ, 50 രൂപ കൊണ്ട് നിങ്ങൾക്ക് പട്ടിണി മാറുന്നില്ലല്ലോ, നിങ്ങളുടെ കുടുംബത്തിന്റെ പട്ടിണി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഉപായം പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ ആ 50 രൂപ ഒന്ന് വലുതാക്കി, ഒരു അല്പം കൂടി ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപായം പറഞ്ഞു തരട്ടെ. എന്താണ് ആ ഉപായം? നാളെ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു പഴയ ചാക്കുമായി വരണമെന്ന് പറഞ്ഞു. ബീഹാറിലാണ്,
ബീഹാറിലാണ് സംഭവം. ബീഹാറിലുള്ള ആളുകളൊക്കെ ശരിക്കും ഉള്ളി തിന്നുന്നതാണ്. ഉള്ളിച്ചാക്കായിരുന്നു, വളരെ വില കുറഞ്ഞതാണ് ഈ ഉള്ളിച്ചാക്ക്. ഒരു പഴയ ഉള്ളിച്ചാക്കുമായി അതാ പിറ്റേ ദിവസം എല്ലാവരും ഉള്ളിച്ചാക്കുമായി വന്നു. അതേസമയം ഇർഫാൻ എന്ന ബുദ്ധിയുള്ള കുട്ടി, IIM പഠിച്ച കുട്ടി, ആ ഉന്തുവണ്ടിക്ക് താഴെ ഈ ഉള്ളിയുടെ ചാക്ക് കെട്ടി ഒരു കീസ് പോലെ, ഒരു അറ പോലെ പണിതുകൊണ്ട് പറയാ, ഈ അറയിൽ ഞാൻ വാട്ടർ ബോട്ടിൽ, ബൈസിലറി വെള്ളം ഒരു കമ്പനിയിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചു തരാം, നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ന്യൂസ് പേപ്പറുകൾ ഇതിൽ വെച്ചു തരാം, നിങ്ങൾ ഉന്തുവണ്ടിയുമായി ഇങ്ങനെ പോകുന്ന സമയത്ത് അത് വിൽക്കുക, അതിന് കിട്ടുന്ന പണം നമുക്ക് 50-50 അടിക്കാം, 10 രൂപയുടെ വെള്ളത്തിന്റെ ബോട്ടിൽ 12 കൊടുക്കണം, 2 രൂപ 3 രൂപയുള്ളത് 4-5 രൂപയ്ക്ക് വിൽക്കണം പത്രം, കാരണം ആളുകളുടെ അടുത്തേക്ക് അങ്ങ് കൊണ്ടുപോയി കൊടുക്കുകയില്ല, അതുകൊണ്ട് 2-3 ലാഭം അധികം എടുക്കണം നമുക്കെന്ന് പറഞ്ഞ ആ കരാർ അടിസ്ഥാനത്തിൽ അവർ ആ ജോലി ചെയ്തു. സുബ്ഹാനല്ലാഹ്, അവർക്ക് കിട്ടി ഓരോ ദിവസവും അഡീഷണലായി 100 രൂപ വരുമാനം. പകുതി എന്ന കരാറിൽ പകുതി ഇർഫാന്. 100 ഗുണിക്കണം 50 രൂപ, 5000 × 30, ഒരു മാസം കൊണ്ട് 1.5 ലക്ഷം രൂപ ഇർഫാന്റെ പോക്കറ്റിലേക്കും 100 കണക്കിൽ ആളുകൾക്ക് 50 രൂപയിൽ നിന്ന് 100 രൂപ വരുമാനം കിട്ടി അവരവരുടെ പട്ടിണി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. തീർന്നില്ല. ഈ ന്യൂസ് അറിഞ്ഞ ബീഹാറിന്റെ തെരുവോരങ്ങളിൽ ഓടുന്ന എല്ലാ ഉന്തുവണ്ടികളും ആ സമയത്ത് ഒരു കൊല്ലം കൊണ്ട് 1000 വണ്ടികളോളം ഇർഫാന്റെ മുന്നിലെത്തി ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചു. അതിൽ നിന്നൊക്കെ ഇർഫാന് കിട്ടിയത് 15 ലക്ഷം രൂപ. 1000 ഗുണിക്കണം 50 രൂപ വെച്ച് ഇർഫാന് 15 ലക്ഷം രൂപ ഓരോ മാസ ശമ്പളം. നേരത്തെ 10 ലക്ഷം ഒരു മാസ ശമ്പളത്തിന്റെ ഓഫർ ഒഴിവാക്കിയത് കൊണ്ട് ഇന്ന് ഇതാ 15 ലക്ഷം രൂപ ഒരു മാസത്തെ വരുമാനമായ ഇർഫാൻ കഴിഞ്ഞില്ല. 1000 പേരുടെ പട്ടിണി മാറ്റാനും ഇർഫാൻ എന്ന കുട്ടിക്ക് സാധിച്ചു. ഒരാളുടെ പട്ടിണിയല്ല ഇവിടെ, 1000 പേരുടെ ബുദ്ധിമുട്ടാണ് ഇർഫാൻ എന്ന കുട്ടി മാറ്റിയത്. അങ്ങനെ തീർന്നില്ല. ഈ സമയത്താണ് തന്റെ മൾട്ടിനാഷണൽ കമ്പനി 10 ലക്ഷം ഓഫർ ചെയ്ത് ആ കമ്പനിയിലോട്ട് മിസ്റ്റർ ഇർഫാൻ പോവുകയാണ്. അപ്പോഴേക്കും ഇവൻ ഒരു കമ്പനിയൊക്കെ തുടങ്ങി. ഇർഫാൻ കമ്പനി എന്ന പേരിൽ ഒരു സ്ഥാപനമൊക്കെ തുടങ്ങി അതിന്റെ ബോർഡൊക്കെ വെച്ച് സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുക. കാരണം എല്ലാ മാസവും 15 ലക്ഷം രൂപ വരുമാനമുള്ള ഇവൻ ഉമ്മക്കും ഉപ്പക്കും നല്ല ഭക്ഷണം കൊടുത്ത് വീടുണ്ടാക്കി പാവങ്ങളൊക്കെ ഒരുപാട് സഹായിക്കുന്ന നല്ലൊരു പേരും പെരുമയും നേടിയ ഇർഫാനായി മാറിയിരിക്കുന്നു ഇപ്പോൾ. അങ്ങനെ ഈ കുട്ടി പോവുകയാണ് എവിടെ, തന്റെ കമ്പനിയിലേക്ക്. എന്നിട്ട് പറഞ്ഞു, എന്റെ അടുത്ത് 1000 ഉന്തുവണ്ടികളുണ്ട്, ആ 1000 ഉന്തുവണ്ടി തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, അവിടെ നിങ്ങളുടെ പരസ്യ ബോർഡ് വെക്കാൻ ഞാൻ തയ്യാറാണ്, നിങ്ങളുടെ കമ്പനിയുടെ പരസ്യ ബോർഡ്. എനിക്ക് ഒരു ബോർഡിന് 300 രൂപ ഡെയിലി വേണം, കൂലി വേണം. അവൾ ഉടനെ തന്നെ കരാർ ഉറപ്പിച്ചു. അതോടൊപ്പം ഇർഫാൻ ചോദിക്കുകയാണോ, എന്റെ ആ 1000 വണ്ടിയും ഒരു യൂണിഫോമിറ്റി വേണം, നിങ്ങൾ സൗജന്യമായി അത് പെയിന്റ് ചെയ്യുകയും വേണം, എന്നാൽ മാത്രമേ ഞാൻ അനുവദിക്കൂ ആ ബോർഡ് വെക്കാൻ. അതും സമ്മതിച്ചു. പിറ്റേ ദിവസം 1000കണക്കിന് ആളുകളെ വിളിച്ചുകൂട്ടി ഇർഫാൻ ചോദിച്ചു, നിങ്ങളുടെ എല്ലാവരുടെയും വണ്ടി, ഉന്തുവണ്ടി, ആ തുരുമ്പടിച്ച വണ്ടിയെ ഞാൻ സൗജന്യമായി പെയിന്റ് ചെയ്യാൻ പോവുകയാണ്, സമ്മതമാണോ? സമ്മതമാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ പറയാ, ഒരു നെയിം ബോർഡ്, ഒരു പബ്ലിസിറ്റി, ഒരു ആഡ് ബോർഡ്, ഒരു അഡ്വർടൈസിംഗ് പരസ്യ ബോർഡ് നിങ്ങളുടെ വണ്ടിയിൽ ഞാൻ സ്ഥാപിക്കും, എല്ലാ ദിവസവും നിങ്ങൾക്ക് 100 രൂപ എന്റെ ഓഫീസിൽ നിന്നും വാങ്ങാം, സമ്മതമാണോ? ഉടനെ അവരെല്ലാവരും സമ്മതമാണെന്ന് പറഞ്ഞു. മാത്രവുമല്ല 300 രൂപയ്ക്ക് ഇർഫാന് കിട്ടുന്നത് 100 ആ ആളുകൾക്ക് കൊടുത്താൽ 200 രൂപ ഇർഫാന്റെ പോക്കറ്റിലേക്ക്. അഥവാ 1000 ഗുണിക്കണം 200 സമം 2 ലക്ഷം രൂപ, ഗുണിക്കണം 30 60 ലക്ഷം രൂപ, ആദ്യത്തെ 15 75 ലക്ഷം രൂപ, 3/4 കോടി രൂപ മിസ്റ്റർ ഇർഫാന്റെ പോക്കറ്റിലേക്ക്. ഇതാണ് ബുദ്ധി. 2 കൊല്ലം തീർന്നില്ല. കൽക്കത്തയിൽ നിന്നും ആ ബീഹാറിന്റെ മറ്റു പല ഭാഗത്തു നിന്നും 10,000കണക്കിന് വണ്ടികളിൽ ഈ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ മിസ്റ്റർ ഇർഫാന് 7.5 കോടിയോളം രൂപ വരുമാനമുള്ള ലോക കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ മിസ്റ്റർ ഇർഫാൻ കൂടി. മിസ്റ്റർ ഇർഫാൻ ഉൾപ്പെട്ടു. തന്റെ ഉപ്പക്കും ഉമ്മക്കും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഒരുപാട് കമ്പനിയും ബ്രാഞ്ചിന്റെ ബ്രാഞ്ചുകളും ഒരുപാട് ജോലിക്കാരുമുള്ള നല്ലൊരു കമ്പനിയായി മിസ്റ്റർ ഇർഫാൻ കമ്പനി മാറി. കഴിഞ്ഞില്ല. വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോ ഇതാ ഈ കഴിഞ്ഞല്ല തൊട്ടടുത്ത് അമേരിക്കയിലെ പ്രസിഡന്റ് ഒബാമ അധികാരത്തിൽ വന്ന ശേഷം അവിടെ ഒരു പ്രൊജക്ട് രൂപം കൊണ്ടു. അത് മറ്റൊന്നുമല്ല, ലോക കോടീശ്വരനായ ബിൽഗേറ്റിന്റെ, മൈക്രോസോഫ്റ്റിന്റെ അധിപനായ ബിൽഗേറ്റിന്റെ ഒരു വിഹിതം, ഒരു ലാഭവിഹിതം പാവപ്പെട്ട രാജ്യങ്ങളിൽ ഇത്തരം പ്രൊജക്ടുകൾ നടപ്പിലാക്കി അവരെ സഹായിക്കുന്ന ഒരു പ്രൊജക്ടിന് ഒരു കോർഡിനേറ്റർ വേണം. അതിനൊരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂക്ക് ഒരു കത്ത് വന്നു IIM-ലേക്ക്. നമ്മുടെ ഇന്ത്യയിൽ IIM-ലേക്ക് കത്ത് വന്ന് ഇർഫാൻ പഠിച്ച കോളേജിൽ. അവിടുന്ന് ആ IIM-ൽ ആ കത്ത് വന്ന ഉടനെ അലുമിനി മീറ്റിംഗ് വിളിച്ചുകൂട്ടി. അവർ ചോദിക്കുക, അവരന്വേഷിച്ചു, ആരെ പറഞ്ഞു വിടണം നമുക്ക് അമേരിക്കയിലേക്ക്? ഒട്ടും സംശയമില്ല, എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, മിസ്റ്റർ ഇർഫാനെ പറഞ്ഞു വിടാം. ഇർഫാൻ അങ്ങ് അമേരിക്കയിലേക്ക് പോയി. അവിടുന്ന് ചോദിച്ചു, ഒരു ഇന്റർവ്യൂവിൽ അവൻ പാസ്സായി. എന്നിട്ട് അവനോട് പറയാ, മോനെ ഇർഫാൻ, 100 കണക്കില് രാജ്യങ്ങളിൽ നീ ചെയ്ത പോലുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ ഒരു കോർഡിനേറ്ററെയാണ് ഞങ്ങൾ അന്വേഷിച്ചത്. മോനെ നീ പാസ്സായിരിക്കുന്നു മോനെ, എന്നാണ് നീ ജോയിൻ ചെയ്യേണ്ടത്. എനിക്ക് എന്റെ ഉപ്പയൊന്ന് ചോദിക്കണം, എന്റെ ഉപ്പയുമായി ഞാൻ വരാം. എവിടെയും വാപ്പയുടെ പേര്, എവിടെയും ഉപ്പയാണെന്ന്. അങ്ങനെ അടുത്ത മാസം ഉപ്പയെയും കൊണ്ട് മിസ്റ്റർ ഇർഫാൻ
അങ്ങ് അമേരിക്കയിലേക്ക് പറന്നു. അവിടെ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു കൂട്ടി ആ കമ്പനി, ആ സ്ഥാപനത്തിന്റെ ഒരു കോർഡിനേറ്ററായി മിസ്റ്റർ ഇർഫാന്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്ന വലിയൊരു സദസ്സ്. മിസ്റ്റർ ഇർഫാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ അത് വരുന്നു CNN ചാനലിന്റെ ഒരു ക്യാമറ. ഇർഫാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു, മിസ്റ്റർ ഇർഫാൻ, താങ്കളുടെ ഈ വിജയത്തിന്റെ രഹസ്യം എന്താണ്? ആരാണ് താങ്കളെ പഠിപ്പിച്ചെന്ന ചോദ്യത്തിന് ഇർഫാൻ പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ട പിതാവാണ് എന്നെ പഠിപ്പിച്ചത്. അതായിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട പിതാവ്. എന്റെ പ്രിയപ്പെട്ട പിതാവാണ് എന്നെ പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട മാതാവാണ് എനിക്ക് ട്യൂഷൻ തന്നത്. ഉടനെ തന്നെ ആ ചാനൽ ക്യാമറ ഉപ്പയുടെ അടുത്തേക്ക് മാറി ചോദിക്കുക, താങ്കൾ ഏത് കോളേജിലാണ് ഡിഗ്രി പൂർത്തിയാക്കി എന്ന ചോദ്യത്തിന് ഉപ്പക്ക് മറുപടി ഇല്ലായിരുന്നു. ഉടനെ തന്നെ മിസ്റ്റർ ഇർഫാനാണ് ഇതിന് മറുപടി പറഞ്ഞത്, എന്റെ ഉപ്പ ഒരു സ്കൂളിലും പോയിട്ടില്ല, എന്റെ ഉപ്പാക്ക് എഴുതാൻ അറിയില്ല, എന്റെ ഉപ്പാക്ക് വായിക്കാൻ അറിയില്ല. പക്ഷേ ഞാൻ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് എന്റെ സ്കൂളിന്റെ മുറ്റത്തേക്ക് ആ ഉന്തുവണ്ടി വലിച്ചുകൊണ്ട് എന്റെ ഉപ്പ എന്നും ഉച്ചയ്ക്ക് വരും. വിയർത്തൊലിച്ച ശരീരവുമായി, ആ ചുക്കിച്ചുളിഞ്ഞ ശരീരവുമായി എന്റെ ഉപ്പ എന്നും വരും. ആ ഉന്തുവണ്ടി ഒരു കോണിൽ നിർത്തിയിട്ടുകൊണ്ട് മന്ദം മന്ദം നടന്നുകൊണ്ട് എന്റെ ക്ലാസ് ടീച്ചർ അടുത്ത് വന്ന് ചോദിക്കും, എന്റെ മകൻ നല്ല കുട്ടിയല്ലേ ടീച്ചറെ? എന്റെ മകൻ പഠിക്കാൻ മിടുക്കനല്ലേ ടീച്ചറെ? അവൻ ഭാവിയിൽ എന്നെ രക്ഷപ്പെടുത്തുകയില്ല ടീച്ചറെ? അവൻ നല്ല സ്വഭാവമില്ലേ ടീച്ചറെ എന്ന് ചോദിക്കുന്നത് ഞാൻ ഒളിഞ്ഞിരുന്ന് കേൾക്കാറുണ്ട്. ടീച്ചറുടെ മറുപടി, ഒട്ടും വിഷമിക്കേണ്ട, അവൻ നല്ലവനാണ്, നല്ല കുട്ടിയാണ്. എന്റെ മനസ്സ് നിറഞ്ഞു. അത് കഴിഞ്ഞ് എന്റെ ഉപ്പ ചോദിക്കുകയാണ്, വലിയ വിവരവും വിദ്യാഭ്യാസവും സമ്പത്തും എല്ലാം ഉണ്ടാകുന്ന സമയത്ത് വലിയ ബന്ധങ്ങളെല്ലാം കൈവരിച്ചു കഴിഞ്ഞാൽ എന്റെ മോൻ എന്റെ വെറുക്കുമോ ടീച്ചറെ, എന്നെ മറക്കുമോ ടീച്ചറെ? ആ ചോദ്യം എനിക്ക് സഹിച്ചില്ല. സ്കൂളിന്റെ ക്ലാസ് റൂമിൽ നിന്നും അതിലെടുത്ത് ഞാൻ ചാടി ഉപ്പയുടെ അരികേക്ക് ഓടിച്ചെന്നുകൊണ്ട് എന്റെ ഉപ്പയെ ഞാൻ അങ്ങ് കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഉപ്പ എന്ത് വാക്കാണിതെന്ന്. ആ സമയത്ത് എന്റെ ഉപ്പ പറഞ്ഞത്, മോനെ, നിന്റെ യൂണിഫോമിലേക്ക് എന്റെ വിയർപ്പിന്റെ നാറ്റം പറ്റും, നിന്റെ കുട്ടികൾ നിന്നെ കളിയാക്കും, നീ ഒന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞത് എനിക്ക് വല്ലാതെ സഹിച്ചില്ല. ഞാൻ പറഞ്ഞു, എന്റെ ഉപ്പ, ഇത് വിയർപ്പിന്റെ നാറ്റമല്ല, സ്നേഹത്തിന്റെ മണമാണ്, എനിക്കിത് ഇഷ്ടമാണ് ഉപ്പ, ഉപ്പ എനിക്ക് വിട്ടു പിരിയാൻ തോന്നുന്നില്ല ഉപ്പ എന്ന് പറഞ്ഞു ഞാൻ പൊട്ടിക്കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് എന്റെ ഉപ്പ തന്നെയാണ് എന്നെ പഠിപ്പിച്ചത്, എന്റെ ഉമ്മ തന്നെയാണ് എനിക്ക് ട്യൂഷൻ തന്നത്. ക്യാമറക്കാർ ചോദിച്ചു, ഉമ്മയെ പറ്റി എന്താണ് പറയാനുള്ളത്? മിസ്റ്റർ ഇർഫാൻ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് സംസാരിച്ചത് തന്റെ ഉമ്മയെ പറ്റി പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. പാതിര നേരത്ത് ഞാൻ വിളക്കിൽ എണ്ണ കഴിച്ച് കത്തിച്ച് പഠിക്കുന്ന SSLCക്ക് രാത്രി പാതിര നേരത്ത് പഠിക്കുന്ന സമയത്ത് എന്റെ ഉമ്മയും എന്റെ അരികത്ത് വന്നിരുന്നു കൊണ്ട് എന്റെ പുസ്തകത്താളിലേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കും. എന്നിട്ട് പറയും എന്നോട്, മോനെ, നീ എത്ര കഷ്ടപ്പെട്ടാടാ പഠിക്കുന്നത്, എനിക്ക് തന്നെ സഹായിക്കാൻ പറ്റുന്നില്ലടാ, ഈ പുസ്തകം ഒന്ന് മറിച്ചു നോക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല മോനെ, ഈ മോന് എന്താണ് ഈ ഉമ്മ ചെയ്തു തരേണ്ടത് എന്ന് അങ്ങ് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയും, വേണ്ട ഉമ്മ പോയി കിടന്നുറങ്ങണം. ഉമ്മ പോവാറില്ല, കിടന്നുറങ്ങാൻ പോവാറില്ല. ഉമ്മ നേരെ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി എന്റെ കണ്ണുമുന്നിൽ വെച്ചുകൊണ്ട് പറയും, മോനെ, അതെടുത്ത് കുടിക്കടാ. ഞാനതെടുത്ത് മുറുക്ക് കുടിച്ചങ്ങ് വെച്ചു കഴിഞ്ഞാൽ എന്റെ ഉമ്മ എന്നോട് ചേർന്ന് നിന്നുകൊണ്ട് ഉമ്മയുടെ നെഞ്ചോട് എന്റെ തല ചേർത്ത് പിടിച്ചുകൊണ്ട് എന്റെ കവിളിലും നെറ്റിയിലും മാറി മാറി ചുടുചുംബനങ്ങൾ തന്ന് കണ്ണീരൊലിച്ചുകൊണ്ട് ഒലിച്ചു വീഴുന്ന കണ്ണീരിന്റെ ഉപ്പുരസം എന്റെ നാവിൻ തുമ്പിൽ നിന്നും ഇന്നും മാഞ്ഞു പോയിട്ടില്ല. എന്റെ ഉമ്മ തന്നെയാണ് എനിക്ക് ട്യൂഷൻ തന്നത്, എന്റെ ഉമ്മ തന്നെയാണ് എനിക്ക് ട്യൂഷൻ തന്നത്. ഇവിടെയാണ് മാതാപിതാക്കൾ ഈ മക്കൾക്ക് എന്താണ് കൊടുത്തത്? ഇന്നത്തെ ആധുനിക മക്കൾക്ക് കിട്ടേണ്ടത് ആ ഉപ്പയും ഉമ്മയും കൊടുത്തു. അവിടെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. സ്നേഹം എന്ന സമ്പത്തിനെ മറികടക്കാൻ ലോകത്തൊന്നുമില്ല. അതുകൊണ്ട് ഇത്തരം സ്നേഹങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നൽകിയാൽ നിങ്ങളുടെ മക്കൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ നേടിടാൻ സാധിക്കും. വലിയ വലിയ സ്വപ്നങ്ങൾ ചിന്തിക്കാനും വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനും സാധിക്കും. അതാണ് ഇന്നത്തെ ആധുനിക മക്കൾക്ക് വേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്.